കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളെന്നെ കാണാതിരുന്നതിൻ്റെ റീസൺ ഞാനാണെങ്കിൽ ഒരു ചെറിയ ഫ്ലൈറ്റ് എടുത്ത് യുഎസിൽ വന്നിട്ടുണ്ട്. സത്യത്തിൽ ചെറുതല്ല, ഒരു വലിയ എമിറേറ്റ്സിൻ്റെ A380 ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ യുഎസിലേക്ക് വന്നത് സൗരൂനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആനുവൽ ലീവിൽ നിന്ന് 10 ഡേയ്സ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ജെറ്റ് ലാഗൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഞങ്ങൾക്കൊരു കാര്യം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇസോള എന്ന് പറയുന്ന ഒരു ക്യാഫേയിലേക്കാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വർക്ക് ലൈഫ് ബാലൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ദുബായിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കൂടിപ്പോയ നാടിനെ കുറിച്ച് പറയാം. പക്ഷേ സത്യം പറഞ്ഞാൽ ദുബായിലത്തെ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ജോലി ബീങ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, മൈ ലൈഫ് ഇസ് സൂപ്പർ സിമ്പിൾ. കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റിലുള്ള ആ ഒരു ബിസി ടൈം മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടു ഡെഡിക്കേറ്റ് മൈ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ എൻ്റെ ഓഫ് ടൈം ഫോർ വർക്ക്. ഞാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ലാപ്ടോപ്പ് തുറക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ദുബായിൽ 9 to 5 ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ പറയുന്നൊരു കാര്യമാണ്, ദുബായിൽ ഓഫീസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നാലും വീട്ടിൽ നിന്ന് ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മൈ മോം, ഷീസ് എ ടീച്ചർ, അമ്മ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഷിൽ സ്റ്റിൽ ഹാവ് ടു വർക്ക്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ US ഇസ് സോ ഗുഡ്. ടു ഹാവ് ഒരു ഗുഡ് ഫാമിലി ലൈഫ് ആൻഡ് ഓൾ ദോസ് തിങ്സ് US ഇസ് റിയലി ഗുഡ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, US ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. എന്തായാലും മിക്ക സമയവും അവർ ജോലി കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നൊരു കാര്യമാണ്, നമുക്കിന്ന് പുതിയ സ്ഥലത്ത് പോകാം, പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ. എനിക്കറിയത്തില്ല ഇത് എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന്. ഞാൻ ഇത്രയും ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് ട്രൈ ചെയ്യുന്നയോ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുന്നയോ ഒന്നും അങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ സൗരം ഉള്ളതുകൊണ്ട് ഐ എം റെഡി ഫോർ എനിത്തിങ്.